കോടാനുകോടി ആളുകൾ അങ്ങനെ നരകാഗ്നിയിലേക്ക് പോയി വീഴാൻ, മൂക്കുകുത്തി നരകത്തിയിലേക്ക് വീഴാൻ, മുഖം കുത്തി നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടാൻ അവന്റെ നാവുകൾ കൊയ്തെടുത്ത വിളവുകളല്ലാതെ അത്രത്തോളം കാരണമാകുന്ന വേറെ എന്ത് സംഗതിയാവുള്ളത്? നാവ് കൊണ്ട് അത്രമാത്രം ആപത്താണ് വരാൻ പോകുന്നത്. നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഫലം പോലും പോയി പോകുന്നു, നോമ്പിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകുന്നു, സദഖയുടെ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫുലാനതൻ തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ വതഫഅലു വതസദ്ദഖു വതുഅദി ജീറാനഹാ ബിലിസാനിഹാ. ഓ നബിയെ, ഒരു പെണ്ണുണ്ട് എന്റെ അയൽവാസി, ആ പെണ്ണിന്റെ സ്വഭാവം കേൾക്കണോ? എത്ര നല്ല പെണ്ണാണവളെന്നോ. തഖൂമുൽ ലൈൽ, രാത്രിയിൽ നിസ്കാരം തന്നെ, വതസൂമുൻ നഹാറ, പകൽ സമയത്ത് അവൾക്ക് എപ്പോഴും അധികവും നോമ്പാണ്, വതഫഅലു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ആ പെണ്ണ് ചെയ്യാറുണ്ട്, വതസദ്ദഖു, അവൾ ധാരാളം ധർമ്മം ചെയ്യുന്ന ധർമ്മിഷ്ഠയാണ്. പക്ഷേ ആ പെണ്ണിനെ കൊണ്ട് ഞങ്ങൾക്കൊരു ദ്രോഹമുണ്ട്, വതുഅദി, ആ പെണ്ണ് ബുദ്ധിമുട്ടിക്കുന്നു, ഉപദ്രവിക്കുന്നു, ജീറാനഹ, അവരുടെ അയൽക്കാരെ, ബിലിസാനിഹ, അള്ള കൊടുത്ത നാവ് കൊണ്ട് വേണ്ടാത്തരം പറഞ്ഞിട്ട് അയൽക്കാരെ ദ്രോഹിക്കുന്ന പെണ്ണാണ്. പക്ഷേ രാത്രിയിൽ നിസ്കാരമുണ്ട്, പകൽ സമയത്ത് നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെയുണ്ട്. ആ പെണ്ണിന്റെ വിധി എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ, ഒരു ഖൈറും ആ പെണ്ണിലില്ല കേട്ടോ, അവൾ നരകത്തിലാണ്, അവൾ നരകാവകാശി തന്നെ. ഉടനെ അതാ പിന്നീട് അവർ ചോദിക്കുന്നു, വ ഫുലാന, വേറൊരു പെണ്ണുണ്ട് നബിയെ, വേറൊരു വനിതയെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, തുസല്ലിൽ മക്തൂബ, ആ സ്ത്രീ സുന്നത്തൊന്നും അത്ര അധികം നിസ്കരിക്കുന്നവരല്ല, നിർബന്ധ നിസ്കാരമൊക്കെ ചെയ്യുന്നയാളാണ്, അതുപോലെ തന്നെ അത്ര വലിയ ധർമ്മമൊന്നും കൊടുക്കാറില്ല, പാൽക്കട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യാറുണ്ട്. പക്ഷേ ആ സ്ത്രീക്കൊരു ഗുണമുണ്ട്, വലാ തുഅദി, ആ പെണ്ണ് ദ്രോഹിക്കാറില്ല, അഹദൻ, ഒരാളെയും ആ പെണ്ണിന്റെ നാവ് കൊണ്ട് ആ പെണ്ണ് ദ്രോഹിക്കാറില്ല. എന്താണ് ഈ പെണ്ണിന്റെ വിധി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ റസൂലായ നമ്മുടെ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹിയ മിൻ അഹ്ലിൽ ജന്ന, ആ പെണ്ണ് സ്വർഗാവകാശിയാണ്, അവൾ സ്വർഗത്തിലാണ്. നാവ് എത്രമാത്രം ചീത്തയായി ഉപയോഗപ്പെടുത്തിയിട്ട് നിസ്കരിച്ചിട്ടെന്താ, നോമ്പെടുത്തിട്ടെന്താ, സ്വതക്ക കൊടുത്തിട്ടെന്താ? അതേ അവസരത്തിൽ ഈ മഹത്തായ അനുഗ്രഹത്തെ കൺട്രോൾ ചെയ്യലാണ് സ്വർഗം നേടാനുള്ള ഏറ്റവും വലിയ മാർഗം. അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിമാനത്തിൽ കൈയിട്ട് വാരി ആ നിലക്ക് ദുഷിച്ച് സംസാരിച്ചുകൊണ്ട് നടന്നാൽ പലവിധത്തിലുള്ള ശിക്ഷയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മിറാജിന് കൊണ്ടുപോയപ്പെട്ട രാത്രിയിൽ മറർതു ബിഖൗമിൻ, ഒരു ജനതയുടെ സമീപത്തു കൂടെ ഞാൻ നടന്നു, ലഹും അദ്ഫാറും മിൻ നഹാസിൻ, അവർക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ട്, യഹ്മിശൂന വുജൂഹഹും വസുദൂറഹും, ആ കൂർത്തുമൂത്ത നഖങ്ങൾ കൊണ്ട് അവർ മുഖവും അതുപോലെ തന്നെ മാറുമൊക്കെ മാന്തി പിളർക്കുകയാണ്. ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഖൗമിനെ ഞാൻ കണ്ടപ്പോ ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ആരാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഈ വർഗം ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹൗലായില്ലദീന യഅ്കുലൂന ലുഹൂമന്നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്നവരായിരുന്നു ഇവർ. വയഖറൂന ഫീ ഇറാദിഹിം, അവരുടെ അഭിമാനത്തിൽ കൈയിട്ട് വാരിയിട്ട് ദുഷിപ്പിച്ചവനാണ് ഈ ശിക്ഷയവൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിനക്ക് പൊരുത്തമില്ലാത്തത് ഞാൻ പറയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ നിന്ന് സ്വർഗം കിട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാന്റെ ആ ഇഷ്ടം കിട്ടുന്ന അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, അള്ളാനെ ഓർക്കാൻ ഉതകുന്ന വാക്കുകൾ അല്ലാത്ത വാക്കുകൾ കൊണ്ട് സംസാരം അധികരിപ്പിക്കരുത് കേട്ടോ. ഫഇന്ന കസറത്തൽ കലാമി, കാരണം അധികരിച്ച സംസാരങ്ങൾ ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാനെ പറ്റിയുള്ള ഓർമ്മയുണ്ടാക്കുന്ന നിലക്കുള്ള അത്തരത്തിലുള്ളതല്ലാത്ത അനാവശ്യമായ ഭാഷണങ്ങളൊക്കെ ഖസ്വത്തുൽ ഖൽബ്, അത് ഹൃദയത്തിന് വല്ലാത്ത കടുത്ത ഒരു രൂപത്തിലുള്ള സ്വഭാവം ഉണ്ടാക്കുന്നു. ഹൃദയം കടുത്തു പോകുന്നു, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു, മനസ്സിന്റെ അരിവില്ലാതെയാകുന്നു, കഠിന കഠോരമായ ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക് തരം താഴുന്നു.
അതുകൊണ്ട് കണക്കെടുപ്പിന്റെ ലോകം വരുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് കണക്ക് തീർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആഖിറത്തിൽ എത്തിയാൽ ദീനാറിന് വിലയില്ല, ദിർഹമിന് വിലയില്ലാത്ത ലോകമാണ്. പക്ഷേ നീ നിസ്കാരം കൊണ്ട് ആഖിറത്തിൽ എത്തിയിട്ടെന്താ, നോമ്പ് കൊണ്ട് അവിടെ എത്തിയിട്ടെന്താ, സകാത്ത് കൊണ്ട് എത്തിയിട്ടെന്താ? കാരണം നീ ചെന്നത് വഖദ് ശതമ ഹദാ വഖദഫ ഹദാ വഅകല മാല ഹദാ വസഫക ദമ ഹദാ വദറബ ഹദാ. നീ ഇന്നവരെയും ഒക്കെ നീ ചീത്ത വിളിച്ചു, നീ അവന്റെ പേരിൽ വ്യഭിചാരാരോപണം പറഞ്ഞു. വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ടാണ് പറഞ്ഞത്. വ്യഭിചാരാരോപണം പറയൽ ആളുകൾക്കൊരു ഹരമാണ്. ഒരാളെ ദുഷിക്കണമെങ്കിൽ, ഒരാളെ ഇടിച്ചു താഴ്ത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് മീഡിയകൾ സ്വീകരിക്കുന്ന ഒരു നയം, രാഷ്ട്രീയക്കാർ സ്വീകരിക്കുന്ന നയം, ശത്രുക്കൾ സ്വീകരിക്കുന്ന നയം, വ്യഭിചാരാരോപണം പറഞ്ഞിട്ട് പെണ്ണുകേസ് പറഞ്ഞുകൊണ്ട് തറപറ്റിക്കാൻ നോക്കലല്ലേ. ഗൗരവതരമായ തെറ്റാണത്. ഈ ആരോപണം ഉന്നയിച്ചത് ശരിയല്ലെങ്കിൽ പുറത്ത് നിനക്ക് 50 അടിയാണ്. ഇസ്ലാം പഠിപ്പിച്ച നിയമമല്ലേ. അങ്ങനെയൊക്കെ നീ നിന്റെ നാവ് കൊണ്ട് ആരെയൊക്കെ ദ്രോഹിച്ചുവോ, ദ്രോഹത്തിന് വിധേയമായവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയി മാപ്പ് പറയേണ്ടതുണ്ട്, പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. അതല്ല അവർ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പാപമോചനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്ത് ഈ ലോകത്ത് വെച്ച് തന്നെ കണക്ക് തീർത്തിട്ടില്ലെങ്കിൽ നീ ചെയ്ത നിസ്കാരത്തിന്റെ കൂലിയതാ ഓരോരുത്തർക്കായി വീതിച്ചു കൊടുക്കുന്നു. നിന്റെ ഈ നാവ് കൊണ്ട് ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് അതാ നിന്റെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും എല്ലാം കൂലി അല്ലാഹു എടുത്തു കൊടുക്കേണ്. അങ്ങനെ നിന്റെ ഹസനാത്തുകളൊക്കെ തീർന്നാലോ? കണക്കൊന്നും തീർന്നില്ല, അത്രമാത്രം വന്നിട്ടുണ്ട്. നിന്റെ നാവ് കൊണ്ടുണ്ടായ ദ്രോഹങ്ങൾ ആ നിലക്ക് നിന്റെ അമലൊക്കെ കൊടുത്ത് തീർന്നുപോയി. എന്നാൽ നിനക്ക് രക്ഷയുണ്ടോ? നിന്റെ അക്രമത്തിന് വിധേയരായ ആളുകൾ ചെയ്ത തിന്മകൾ കൂടി അവരിൽ നിന്നെടുത്തിട്ട് അത് നിന്റെ പേരിൽ വരവ് വെക്കപ്പെടുന്നു. എന്നിട്ട് നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സത്യങ്ങളാണിതൊക്കെ. അതുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ ജീവിതത്തിൽ നമ്മളത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആരാന്റെ കുറ്റം പറയുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോകണമെന്നാണ് ഇസ്ലാം പറയുന്നത്. മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. തന്റെ സഹോദരന്റെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാൾ തടഞ്ഞാൽ അത് പറയരുത് സഹോദര, അത് തെറ്റായ സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഹറാമായ വർത്തമാനങ്ങൾ കേൾക്കാതെ, അത് പറയാൻ അനുവാദം കൊടുക്കാതെ അതൊരാൾ തടയുകയാണെങ്കിൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ മനുഷ്യന്റെ മുഖത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് തടയുന്നതാണ്. അത്ര വലിയ പുണ്യമേറിയ ഒരു സംഗതിയാണ് ആ കാര്യത്തെ തടയുക എന്നുള്ളത്. ഏഷണി അതിനേക്കാൾ ഗൗരവമാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഏഷണിക്കാരൻ. രണ്ട് ഭാഗത്തും ചെന്നിട്ട് മണ്ണെണ്ണയൊഴിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടില്ലേ? എരുതിയിൽ എണ്ണയൊഴിക്കുന്നവർ, പരസ്പരം തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നുണ പറയുന്നവർ, അങ്ങനെ ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. ആഖിറത്തിൽ കിട്ടുന്ന, പരലോകത്ത് വിചാരണ ചെയ്തിട്ട് ലഭിക്കപ്പെടുന്ന ശിക്ഷയുടെ മുമ്പ് തന്നെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാതകമാണ് നാവ് കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് ഏഷണി പറയലുണ്ടല്ലോ. ആ രൂപത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മോട് വിരോധിച്ചിരിക്കുകയാണ്. അവിടുന്ന് ഒരു തോട്ടത്തിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ സഹാബിമാര് കൂടെയുണ്ട്. 2 ഖബറിൽ നിന്ന് അട്ടഹാസം കേൾക്കുന്നു. 2 ആളുകൾ ഖബറിൽ അതിക്രൂരമായ നിലക്ക്, ഭീകരമായ നിലക്ക് ശിക്ഷിക്കപ്പെടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു. അത് നബി മാത്രാ കേൾക്കുന്നത്, സഹാബത്ത് അറിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതാ ഈ 2 ഖബറിലെ ആളുകൾ, 2 ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ വിചാരിക്കുന്നത് പോലെ അത്ര വലിയൊരു തെറ്റല്ല എന്ന് തോന്നുന്ന ചില തെറ്റുകൾക്കാണ് ഇപ്പൊ അവർ ശിക്ഷിക്കപ്പെടുന്നത്. അവരിൽ ഒരാൾ ചെയ്ത തെറ്റെന്താണ്? അയാൾക്ക് പണി ഏഷണി പറഞ്ഞു നടക്കലാണ്.
രണ്ടാളെ തമ്മിൽ തെറ്റിക്കുക, അവനെ കാണുമ്പോൾ അവനോട് ചിരിക്കും, അവനെ കാണുമ്പോൾ അവനോട് ചിരിക്കും, ഉള്ളിൽ മഹാവിദ്വേഷം, പക, എന്നിട്ട് തമ്മിൽ തല്ലിച്ച് തമ്മിൽ അടിപ്പിച്ച് ആകെ കൂടി ബന്ധങ്ങൾ വഷളാക്കാൻ നടക്കുന്ന ഏഷണിക്കാരൻ, ആ ഏഷണി പറയുന്ന മനുഷ്യനതാ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഖബർ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ വിഷയവുമായി ബന്ധമില്ലെങ്കിലും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ വ്യക്തി ശിക്ഷിക്കപ്പെടാൻ കാരണം ലാ യസ്തവിഉ മിൻ ബൗലിഹി, അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് വൃത്തിയാക്കാറില്ല. ധൃതിപ്പെട്ട അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് അതാ എഴുന്നേറ്റ് നടക്കുന്നു, ശരീരത്തിൽ മാലിന്യം പുരളുന്നു. അയാളുടെ നിസ്കാരം എങ്ങനെ ശരിയാകാനാണ്? വുളു എങ്ങനെ ശരിയാകാനാണ്? അങ്ങനെ വൃത്തിയാവാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിയാകാതെ ജീവിച്ച മനുഷ്യനതാ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നു. ഗൗരവതരമായ സംഗതിയാണത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ഏഷണിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അത് ഖബറിലങ്ങ് എത്തിയാൽ അവിടെ മുതൽക്ക് തുടങ്ങുകയായി അതിന്റെ ശിക്ഷ. വലിയൊരു നിഅമത്താണ് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ളത് ഈ നാവ്. ആ നാവ് ദുരുപയോഗപ്പെടുത്തിയാലുള്ള ഏറ്റവും വലിയ മാരകമായ വിപത്തുകളാണ് ഈ പറഞ്ഞത് മുഴുവൻ. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവങ്ങൾ എമ്പാടും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാവുകൾ കൊണ്ട് അതപ്പതിക്കാതെ, നാവ് കൊണ്ട് സ്വർഗം നേടാൻ നാവ് കൊണ്ട് ചൊല്ലിയ ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, നല്ല നല്ല സംസാരങ്ങളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, സ്വലാത്തുകളിലൂടെ, നല്ലത് മാത്രം പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം നേടാൻ നമുക്ക് കഴിയണം. അത് പ്രത്യേകിച്ച് ഈ റമദാനിലും നമുക്ക് കഴിയണം. നാവിനെ അടക്കി വെക്കാത്തവന്റെ പട്ടിണി കൊണ്ട് കാര്യമില്ല, കണ്ണുകളെ നിയന്ത്രിക്കാത്തവന്റെ പട്ടിണി കൊണ്ട് കാര്യമില്ല, കാതുകളെ നിയന്ത്രിക്കാത്തവന്റെ പട്ടിണി, ആ രൂപത്തിലുള്ള പട്ടിണി കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഗീബത്ത് പറയുന്ന സദസ്സുകൾ ഉണ്ടാകരുത്, നമീമത്തിന്റെ വേദികളാവരുത്. പരദൂഷണത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ കുടുംബത്തിലെ മറ്റൊരു ഒരു മെമ്പർ അറിയാതെ അതിലേക്ക് പോകുന്നുണ്ടെന്ന് കണ്ടാൽ മറ്റേ മെമ്പർ തിരിച്ചു കൊടുക്കണം. അത് നമ്മൾ പറയണ്ട, അത് നമ്മുടെ അമല് പോകുന്ന കാര്യമാണ്, അത് ഗീബത്താണ്, അത് പരലോകത്ത് വലിയ പരാജയത്തിലേക്ക് എത്തുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അതിൽ നിന്ന് മാറ്റുമ്പോ അയാൾക്ക് നരകത്തിയിൽ നിന്ന് മോചനമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിയിൽ നിന്നുള്ള മോചനം നടക്കുന്ന നാളുകളാണ് വിശുദ്ധ റമദാനിന്റെ രാവുകൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട്, നാഥാ നീ നൽകിയ നിഅമത്തിനെ നിനക്ക് പൊരുത്തമില്ലാത്തതിൽ ഉപയോഗിച്ചു പോയെങ്കിൽ മാപ്പ് തരണം എന്ന് ഇസ്തിഗ്ഫാറിന്റെ തൗബയുടെ മാസമായ ഈ മാസത്തിൽ അനവധി തവണ അല്ലാഹുവോട് മനമുരുകിക്കൊണ്ട് തേടുക. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നാവിനെ വളരെ നിയന്ത്രിക്കുക. പറയുകയാണെങ്കിൽ നല്ലത് പറയുക, ഇല്ലെങ്കിൽ മൗനം പാലിക്കുക. പറയാൻ എമ്പാടുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഖൈറുകൾ. പഠിക്കുക, പകർത്തുക, പ്രയോഗവൽക്കരിക്കുക. സർവശക്തനായ നാഥൻ അവൻ തന്ന നിഅമത്തുകളെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നോമ്പിനെയും നിസ്കാരത്തെയും സർവ്വ സൽക്കർമ്മങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.